ആരത്? ഉത്സവം കണ്ടു നടക്കുമ്പോൾ മനസ്സിലായി. ഹായ് സാർ, എനിക്ക് മനസ്സിലായി. ഞാൻ പരിചയപ്പെടുത്തി കൊടുക്കാം. ഇവരുടെ ഡാൻസറാണ്. പിന്നെ എല്ലാ കാര്യത്തിനും കൊറിയോഗ്രാഫി കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് പുള്ളിക്കാരനാണ്. അപ്പൊ ഇദ്ദേഹത്തെ കൊണ്ടാണ് ഇവര് ട്രാവലിംഗ്. പക്ഷെ ഇപ്പോഴത്തെ പുതിയ ട്രെൻഡ് എന്ന് പറയുന്നത് ആക്ഷൻ സോങ്. കുട്ടികൾക്ക് സ്കൂളിൽ പോകുന്നുള്ള കുട്ടികളെ അഥവാ സ്കൂളിൽ പോവാണെങ്കിൽ അവർക്ക് ആക്ഷൻ സോങ്ങുകൾ എന്തെങ്കിലും പഠിപ്പിച്ചു കൊടുക്കണമെന്ന് മാതാപിതാക്കളും വേണ്ടപ്പെട്ടവർ ഇങ്ങനെ ആവശ്യപ്പെട്ടു. അതിന്റെ പേരിൽ ഞാൻ കുട്ടികൾക്ക് 3-4 സ്റ്റെപ്പ്, ജസ്റ്റ് സ്റ്റെപ്പ്. പേരെങ്ങനെയാ മാസ്റ്റർ? എന്റെ പേര് മന്മഥൻ. മന്മഥൻ. നല്ല പേര്. ഈ ആക്ഷൻ സോങ് എന്ന് പറയുമ്പോൾ ഞാൻ ചോദിക്കുന്നത് ഏതെങ്കിലും പാട്ടിനാണോ ചെയ്യുന്നത്, അതോ നമ്മൾ പണ്ട് റൈമൊക്കെ പഠിക്കുന്ന ആ സെയിം ഇത് തന്നെയാണ്? ഏത് പാട്ട് നിങ്ങൾ പറയുന്ന പാട്ട് ഏതെന്ന് ഞാൻ ചെയ്തു കൊടുക്കും. അങ്ങനെയാണ് ഒരു ആക്ഷൻ സോങ് കാണിച്ചത് ഒറ്റയ്ക്ക്. സാറിന്റെ ഒറ്റയ്ക്കുള്ള ഒരു പെർഫോമൻസ്, ആക്ഷൻ സോങ് പെർഫോമൻസ് വേണോ? അതെ, സാറിന്റെ പെർഫോമൻസ് ഒരു പാട്ടിട്ട് കൊടുക്കണേ. ഓഡിയോ. ഒരു രാത്രി കൂടി വിടവാങ്ങവേ ഒരു പാട്ടുമൂളി വീഴവേ പതിയെ പറന്നെന്നരികിൽ വരും അഴകിൻ്റെ തൂവലാണു നീ. ഒരുപാട് കാലം ചോദിക്കാത്തിട്ടിട്ട് നല്ല സുഖം, നല്ല ഹാപ്പിനെസ് കിട്ടുന്നു. ഇങ്ങനത്തെ ടൈപ്പാണ് സാർ പഠിപ്പിക്കുന്നത്. ഇത്തിരി ബൈബിൾ സാധനങ്ങളാണ് ഞാൻ പഠിപ്പിക്കുന്നത്. ഇത് നിസ്സാര കുഞ്ഞാണ്, ഞാൻ വലിയ മുട്ടക്കാടനാണ് എടുക്കുന്നത്. അപ്പൊ കേട്ടടി, നിങ്ങൾ ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? അപ്പൊ മാഷ് പറയുന്നത് സ്റ്റെപ്പുകള് പാടി പറയുന്നത് ആദ്യം പകുതി പറയാം, പിന്നെ പകുതി പറയാം, അങ്ങനെ ഫുള്ളാക്കാം. ഓക്കെ സാർ, ഇത് എങ്ങനെയാണ് പാട്ട് ഏതാന്നുള്ളത് അങ്ങനെ ഉണ്ടോ, അതോ പെണ്ണില ചന്ദനക്കിണ്ണം പുന്നമ്മട കയ്യിലെ വീണേ അതാണ് പഠിപ്പിക്കുന്നത്? നീളം കയ്യിൽ കുരിയെടുക്കാൻ പാ, ജസ്റ്റ് ഒന്ന് പറഞ്ഞു കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കി വരികളിലേക്ക് കിടക്കാം. കാണുന്ന ഒത്തിരി പേര് കാണും, പിള്ളേരെ, കുഞ്ഞുകുട്ടികൾ പഠിച്ചോട്ടെ സാർ. പാട്ട് തുടങ്ങാം. ഓക്കെ, റെഡി? അപ്പം വെണ്ണില എങ്ങനെ കണ്ടിക്കും? വെണ്ണില ചന്ദന കിണ്ണം പുന്നമട കായലിൽ വീണ 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 ശബ്ദം കിട്ടെ നേരത്തെ മകർന്നു കേട്ടോ. പ്ലീസ് നിങ്ങൾ ഇടണ്ട, നിങ്ങൾ വോയിസ് വേണ്ട, പുള്ളി പാട്ട് മാത്രം. ഓക്കെ, അപ്പം വെണ്ണില ചന്ദന കിണ്ണം പുന്നമട കായലിൽ അത്രേ ഉള്ളൂ. അല്ല, അടുത്തതും കൂടെ നമുക്കൊന്ന് പഠിക്കാം. ബാക്കി വരി ഏതാണ്? കുഞ്ഞിളം കയ്യിൽ മെല്ലെ. അതെ, ഓക്കെ. അപ്പൊ നീ കുഞ്ഞിളം കയ്യിൽ മെല്ലെ എടുക്കാൻ താങ്ക് യു സാറ്. ഒരു ഉപകാരം ചെയ്ത് വേറെ സാറ് ജസ്റ്റ് 2 പേരും മൂടുവാണെങ്കിലേ കുട്ടികൾക്ക് ഡാൻസ് കളിക്കാനുള്ള ഒരു പിന്നെന്താ. വെണ്ണില ചന്ദനക്കിണ്ണം പുന്നമടക്കായലിൽ വീണേ കുഞ്ഞിളം കയ്യിൽ മെല്ലെ കോരിയെടുക്കാൻ വാ. അപ്പൊ സാറേ എന്തെങ്കിലും അവസരങ്ങളുണ്ടെങ്കിൽ എന്നെ വിളിക്കണം. ഞാൻ നമ്പർ മേടിക്കാം. ഞാൻ നമ്പർ വാങ്ങിയിട്ട് ഈ ലോകത്തുള്ള എല്ലാവരുടെ പറയും നിങ്ങളുടെ ചന്ദനക്കിണ്ണം ഉണ്ട്, അതെന്തായാലും വേണം. എന്നിട്ട് അത് നന്നായിട്ട് നമ്മുടെ കയ്യിൽ വീഴണം. സാറിന്റെ വാ കൊള്ളാം. വെറൈറ്റി ഒരുപാടുണ്ട്.